പറഞ്ഞതിന് ശേഷം നിങ്ങൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വീഡിയോ ഓൺ ചെയ്ത് പാരായണം തുടങ്ങുക. ശരി, ഞാൻ ഓങ്കാരം ചെയ്യാം. ഓ ഓ ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. വിജയരാഘവൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പാരായണം തുടങ്ങിക്കോളൂ. സായിരാം. ഓം ശ്രീ സായിരാം. തിരിഞ്ഞാണല്ലോ ഇരിക്കുന്നത്, കറക്റ്റ് ആക്കാറുണ്ട്. ഫോട്ടോ തിരിഞ്ഞാണ് ഇരിക്കണേ. ഒന്ന് ക്യാമറ നേരെയാക്കൂ. തിരിഞ്ഞിട്ടാണോ ഇരിക്കുന്നത്? ഒരു സെക്കൻഡ്. ക്യാമറ തിരിഞ്ഞിരിക്കണോ? റൊട്ടേറ്റ് ചെയ്യണം. മുകളിലോട്ട് കയറിയിരിക്കണം, മുകളിലോട്ട് കയറിയിരിക്കണം. കുറച്ചും കൂടെ. ശരി, ശരിയായോ? ഓക്കെ. ഓം ശ്രീ സായിരാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം നിറയെ ഭഗവാൻ നൽകട്ടെ, എപ്പോഴും ഭഗവാനോട് ചേർത്ത് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് ആരംഭിക്കാം. എൻ്റെ പേര് വിജയരാഘവൻ. ഞാൻ പാലക്കാട് നെന്മാറ സമിതിയിലാണ് ഉള്ളത്. വിദ്യാവാഹിനിയുമായി ബന്ധപ്പെട്ട് കുറേ വർഷങ്ങൾ ഭഗവാന്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ പാലക്കാട് ജില്ലാ എഡ്യൂക്കേഷൻ കോർഡിനേറ്റർ ആയിട്ടാണ് ഭഗവാൻ സേവനത്തിനുള്ള അവസരം നൽകിയിട്ടുള്ളത്. കൂടാതെ മറ്റൊരു വലിയൊരു അനുഗ്രഹം ഭഗവാൻ നൽകിയത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ മീഡിയ സെൻറ്ററിൽ നിന്ന് വരുന്ന കുറേ ഭഗവാന്റെ വാണികളും അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേഷൻ നടത്തി അതുമായി ഭഗവാനോട് കൂടുതൽ ചേർന്നിരിക്കാനുള്ള മഹത്തരമായൊരു സേവാ അവസരം കൂടെ ഭഗവാൻ ഇപ്രാവശ്യം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഭഗവാനോട് നിറഞ്ഞ പ്രേമം മാത്രം നമുക്ക് തിരിച്ച് പ്രകടിപ്പിക്കാനുള്ളൂ. എല്ലാവർക്കും സായിരാം. ഞാനിന്ന് ആലോചിച്ചു ഭഗവാനോട് എന്താണ് ഭഗവാനെ ഇന്ന് പങ്കുവെക്കേണ്ട ഭഗവാന്റെ വാണികൾ. അത് എല്ലാവർക്കും നമുക്കറിയണ ഒരു കാര്യമാണ്. ഏതൊരു സന്ദേശം ഭഗവാൻ നമുക്ക് നൽകിയാലും നമുക്ക് ഈ സന്ദർഭത്തിൽ ഏറ്റവും മികച്ചതായൊരു ആശയമായിരിക്കും ഭഗവാൻ അതിലൂടെ നമുക്ക് നൽകാൻ ശ്രമിക്കുക എപ്പോഴും. അത് ചെറിയൊരു ഭഗവാന്റെ ഒരു വാണി ആയിക്കോട്ടെ, ഒരു ചെറിയൊരു തോട്ടായിക്കോട്ടെ, ചെറിയൊരു കോട്സ് ഒക്കെ വരുമ്പോൾ പോലും അത് നമുക്ക് വേണ്ടി മാത്രം ഭഗവാൻ തീരുമാനിച്ച ഒരു മെസ്സേജ് ആയിട്ടാണ് പലപ്പോഴും നമുക്ക് തോന്നാറുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഭഗവാന്റെ വാണി 1962 മാർച്ച് മാസം 7-ാം തീയതി ഭഗവാൻ ഭക്തജനങ്ങൾക്കായി നൽകിയ ഏറ്റവും വലിയൊരു ഉറപ്പാണ്. അതിങ്ങനെയാണ്, അരികെ അകലെ എന്നാണ് ആ ഉറപ്പിന്റെ ഭഗവാൻ നൽകുന്ന വാണിയുടെ പേര്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം വളരെ അടുത്താണ് എന്നാണ് നിങ്ങളുടെ ധാരണ. പക്ഷെ ഈശ്വരനെ കുറിച്ച് ഉയരങ്ങളിൽ ദൂരത്ത് എവിടെയോ സ്ഥിതി ചെയ്യുന്നു എന്ന മട്ടിലാണ് നിങ്ങൾ പറയുന്നത്. അതാണ് തെറ്റിദ്ധാരണ. ഈശ്വരൻ നിങ്ങളുടെ തൊട്ടടുത്തു തന്നെയാണുള്ളത്. യഥാർത്ഥത്തിൽ ലോകമാണ് വളരെ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ ഭയപ്പെട്ടാണ് കഴിയുന്നത്. ഒരു സൈനിക മേധാവിയുടെ കഥയുണ്ട്. അയാൾ രാജാവിനോടും മന്ത്രിയോടുമൊപ്പം വെള്ളം നിറഞ്ഞു കവിഞ്ഞ നദിയിലൂടെ വഞ്ചിയിൽ സഞ്ചരിക്കുകയായിരുന്നു. വഞ്ചിയിലിരിക്കാനുള്ള ഭയം മൂലം അയാൾ വിറയ്ക്കുകയും വഞ്ചി ഉലയ്ക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ മന്ത്രി അയാളെ പിടിച്ച് വെള്ളത്തിലിട്ടു. ആ സമയം സൈനിക മേധാവി വഞ്ചിയിൽ കയറാൻ വേണ്ടി അലറി വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വഞ്ചിക്കുള്ളിലിരുന്നാലത്തെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അയാൾക്ക് ബോധ്യം വന്നത്. അതായത് അയാൾക്ക് സഞ്ചരിക്കാൻ സഹായകരമായ ആധാരത്തെക്കുറിച്ചുള്ള ബോധ്യം വന്നത്.
ഭഗവാനാണ് ആധാരമായത്. ലോകമാകട്ടെ ആധേയവും. അടിസ്ഥാനം ഒന്നു തന്നെയാണ്. ഈശ്വരനാണ് ഏറ്റവും അടുത്ത സുഹൃത്ത്. എന്തിന്? ജീവശ്വാസം തന്നെയാണ് ഭഗവാൻ. വസ്തുത ഇതായിരിക്കെ ഈശ്വരനെ കുറിച്ച് ചോദിക്കുമ്പോൾ അകലങ്ങളിലേക്ക് കൈ ചൂണ്ടുവാൻ എങ്ങനെയാണ് കഴിയുക? മനസ്സിന്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധയോടെ വീക്ഷിക്കുക. വീഴ്ചകൾ ഓരോന്നും അധമ ചിന്തകളും കണക്കാക്കുക. ഭഗവാൻ പറയുകയാണ്, ഇത് അപകടം പിടിച്ച പരിശീലനമാണ്. മനസ്സിന്റെ ഇളക്കത്തെ ഒട്ടും ശ്രദ്ധിക്കേണ്ടതില്ല. നമുക്ക് വേണ്ട സദ്ഗുണത്തിനായി വേണം നാം കഠിനമായി യത്നിക്കേണ്ടത്. അല്ലാതെ നാം ഒഴിവാക്കേണ്ട ദുർഗുണങ്ങളെ നോക്കി നിൽക്കെ വീണ്ടും വീണ്ടും വീഴ്ചകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. നേരായ മാർഗത്തിലൂടെ പോകുവാനായുള്ള ഉറച്ച തീരുമാനമെടുക്കുക. തീർച്ചയായും നിങ്ങളുടെ ചുവട് പിഴക്കില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ഉന്നതമായ ആധ്യാത്മികാനുഭൂതി നേടിയ സദ്ഗുരുവിനെയാണ്. അല്ലാതെ ഗുരുനാമധാരികൾ നിങ്ങളെ വഴിതെറ്റിക്കും. നിങ്ങളുടെ ചരിത്രവും ആവശ്യവും അറിയാതെ തരുന്ന ഉപദേശങ്ങൾ ഒട്ടും നിങ്ങൾക്ക് യോജിക്കുന്നതല്ല. ഇതിലെല്ലാം ഉപരിയായി നിങ്ങൾ തന്നെ ശ്രവണ മനന ഭജനത്തിൽ സ്വയം ഏർപ്പെടണം. യമുന, സരസ്വതി, ഗംഗ എന്നീ നദികൾ പോലെ അവ നിങ്ങളെ ശുദ്ധമാക്കും. ശ്രവണം ഭക്തിയോഗമാണ്, മനനം ജ്ഞാനയോഗവും, ഭജനം കർമ്മയോഗവുമാണ്. ഇതെല്ലാം ഒരേ ലക്ഷ്യത്തിലാണ് നമ്മെ നയിക്കുക. ഭഗവാനിൽ സമ്പൂർണ്ണ ശരണാഗതി അടയുക. നദി സാഗരത്തിൽ ലയിക്കുന്നത് പോലെ. കടിഞ്ഞാൻ എനിക്ക് തരൂ, എന്നിൽ ഉറച്ചു വിശ്വസിക്കൂ, ഞാൻ പറയുന്നതിലൂടെ നടക്കൂ, എങ്കിൽ സകല ഉത്തരവാദിത്വങ്ങളും ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. വരുന്നത് എന്തുമാകട്ടെ അത് ശങ്ക കൂടാതെ എന്റെ പ്രസാദമായി നിങ്ങൾ സ്വീകരിക്കുക. സുഖദുഃഖങ്ങൾ ഒന്നിന്റെ തന്നെ ഭാഗമാണ്. ശിരസ് സുഖം, പാദം ദുഃഖം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കാനാവില്ല. പേപ്പറിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായി സ്വീകരിക്കാൻ കഴിയുമോ? ഡയമണ്ട് ആദ്യമൊക്കെ വെറുമൊരു കല്ലായിരുന്നു. വിദഗ്ധനായ ശില്പി അത് വേണ്ട വിധം മുറിച്ചപ്പോൾ അതിമനോഹരമായി. നിങ്ങളും അങ്ങനെ ആയിത്തീരുവാൻ വഴങ്ങിക്കൊടുക്കുക. അങ്ങനെ നിങ്ങളിലുള്ള ദുർഗുണങ്ങളെ അകറ്റുക. തിളങ്ങുന്ന വജ്രമായി മാറുക. നിങ്ങൾക്ക് അതിനുള്ള അദമ്യമായ ആഗ്രഹമുണ്ടാകണം. മാതാവിന്റെ കൈകളിൽ തൂങ്ങി സുരക്ഷിതമായി അമ്മയോടൊപ്പം തന്നെ നടക്കുക. കുട്ടിക്കുരങ്ങൻ തൻ്റെ അമ്മയെ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെ പിടിക്കുക. ഒരിക്കലും പിടിവിടരുത്. ആത്മാർത്ഥമായ വ്യാകുലതയുണ്ടെങ്കിൽ, ഉത്കടമായ ആഗ്രഹമുണ്ടെങ്കിൽ വിഭു തീർച്ചയായും പ്രസാദിക്കും. സായിബാബയുടെ പൂർവ്വശരീരമായ ഷിർദി സായി ആരാധിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. അവിടെ ഇത്തരം വ്യാകുലതകൾക്ക് സ്ഥാനമില്ല. അവിടെയുള്ളത് മറ്റൊരു വ്യവസ്ഥ. 7 വ്യാഴാഴ്ചകൾ അല്ലെങ്കിൽ 41 ദിവസത്തെ ആരാധന. അതുവഴി ഷിർദി ബാബയുടെ അനുഗ്രഹം വർഷിക്കപ്പെടുകയായി. ഇത്തരം കണക്കുകൾ എന്തിനായിട്ടാണ്? ഈശ്വരനെ ലഭിക്കുവാനോ? കഷ്ടം. ഇത്തരം കണക്കുകൾ അതാത് ക്ഷേത്രത്തിന്റെ പ്രശസ്തിക്കും വരുമാനത്തിനും മാത്രമേ സഹായിക്കുകയുള്ളൂ. ഭക്തി ഒരിക്കലും ഇപ്രകാരം വളരുകയില്ല. ശുദ്ധഭക്തി എല്ലാത്തരം തടസ്സങ്ങളെയും തട്ടിത്തെറിപ്പിക്കും. പാഞ്ഞൊഴുകുന്ന നദി പോലെ അത് സർവശക്തിയുമായി കുതിച്ചുപായും. വിഷമതകൾ ആഗ്രഹത്തെ ഉത്കടമാക്കാനുള്ളതാണ്. മാത്രമല്ല അത് മറ്റുള്ളവരിൽ നിന്നും യഥാർത്ഥ ഭക്തനെ മാറ്റിക്കാണിക്കുകയും ചെയ്യുന്നു. നിരന്തരമായ ഭഗവത് സ്മരണം മനസ്സാകുന്ന പാറയെ മൃദുവായ കളിമണ്ണാക്കി മാറ്റുന്നു. അല്ലാതെ ക്ഷേത്ര ദർശനത്തിന്റെ കണക്കുകൾ കൂട്ടി നോക്കിയാൽ അത് മൃദുവാകുന്നതല്ല. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്രയും നേരം ഇരുന്നിട്ടുണ്ടോ? ഈ ശുഷ്കാന്തിയും ക്ഷമയും ശ്രദ്ധയും ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഇതെല്ലാം സഹിച്ചത്? സ്വാമിയുടെ വാക്കുകൾ കേൾക്കാൻ അല്ലേ? ഇത് കേട്ടു കഴിയുന്നതോടെ നിങ്ങളുടെ ശുഷ്കാന്തിയും കെട്ടുപോകരുത്. ആത്മാർത്ഥതയോടുകൂടെ ബ്രഹ്മമാർഗവും ധർമ്മമാർഗവും പിന്തുടരുക. അങ്ങനെ നിങ്ങളുടെ ജീവിതം മുഴുവനും നിശബ്ദ പ്രാർത്ഥനയായി രൂപാന്തരപ്പെടണം. ധർമ്മപാതയുടെ സ്വാധീനത്താൽ മുന്നോട്ട് നയിക്കണം. ബ്രഹ്മമാർഗത്തിലെ താൽക്കാലിക ആനന്ദത്തെ മറക്കുക. മായ ചിത്രാവതി നദിയുടെ അങ്ങേക്കരയിലുണ്ട്. നിങ്ങളുടെ പാതയിൽ വരാൻ മായയെ ഒരിക്കലും അനുവദിക്കരുത്. ഇത്രയും കാലം നിങ്ങൾ നയിച്ച ലൗകിക ജീവിതത്തിലേക്ക് മായ നിങ്ങളെ വശീകരിക്കും.
നാവിനെ പോലെയാകുക. പല്ലുകൾക്കിടയിൽ കടിയേൽക്കാതെ സുരക്ഷിതമായി ധൈര്യത്തോടെ ഉറച്ച വിശ്വാസത്തോടെ നാവ് ജോലി ചെയ്യുന്നു. പ്രശാന്തി നിലയത്തിൽ താല്പര്യമുള്ളവർ ഇവിടെ നിർദ്ദേശിക്കുന്ന നിയമങ്ങൾ തീർച്ചയായും നന്നായി പഠിക്കണം. എല്ലാ ചിട്ടകളും നിയമങ്ങളും നിങ്ങളുടെ നന്മയ്ക്കായാണ്. നിങ്ങൾ എവിടെ ഇരുന്നാലും അതൊരു പ്രശാന്തി നിലയമാകണം. എന്റെ ചരിത്രത്തിന്റെ ഭാഗമാകൂ. എന്നിൽ നിന്നും അകലാതിരിക്കൂ. എത്രയോ ജന്മങ്ങളിലെ സുഹൃതം കൊണ്ടാണ് ഈ സാമീപ്യം ലഭിച്ചത് തന്നെ. ഈ ബന്ധം വിച്ഛേദിച്ച് ഒരിക്കലും പുറത്തു പോകരുത്. പിന്നീട് ഇതിനകത്ത് ഒന്നു പ്രവേശിക്കാനായി ഗേറ്റുകൾക്ക് പുറത്തു നിന്ന് ഉച്ചത്തിൽ ഏങ്ങലടിച്ചു കരയേണ്ടതായി വരും. നിസ്സാര മോഹങ്ങളിൽ നിന്നും സ്വതന്ത്രനാകൂ. പുറം പകിട്ടുള്ള ആഗ്രഹങ്ങളിൽ നിന്നും ഒഴിയൂ. എങ്കിൽ ഞാൻ നിങ്ങളെ എന്നിലേക്ക് സ്വീകരിച്ചുകൊള്ളാം. ഏറ്റവും മനോഹരമായൊരു ഭഗവത് പ്രഭാഷണമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭഗവാൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്നറിയോ? ഭഗവാൻ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള എല്ലാ സ്നേഹവും അതേ വ്യാപ്തിയോടുകൂടെ അതേ ഗുണമേന്മയോടുകൂടെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് കൊടുക്കുക എന്നതാണ് നമ്മളിൽ നിക്ഷിപ്തമായ ഏറ്റവും പരമമായ ധർമ്മം. ഭഗവാൻ നമ്മളെ എന്നെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് നമ്മുടെ പക്കൽ വരുന്ന ആളുകളെ നമ്മൾ ഗുണം നോക്കി ഉപേക്ഷിക്കുന്നത്? അത് ഒരിക്കലും അരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ സ്വയം ഭഗവാന്റെ മഹിമയുടെ ഒരു കണമായി മാറണം. പ്രശ്നങ്ങളും പരാതികളും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നല്ല അതിനർത്ഥം. എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മുടെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കാൻ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ നമ്മൾ സ്വയം ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ഒരിക്കലും സത്യസായി ഓർഗനൈസേഷന്റെ ഒരു ഭാഗമാകുമെന്ന് ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഒരു സുപ്രഭാതത്തിൽ നല്ല മനോഹരമായൊരു സ്വപ്നത്തിൽ ഭഗവാൻ വെള്ള അങ്കിയൊക്കെ ധരിച്ചുകൊണ്ട് മനോഹരമായ കൊത്തുപണികൾ നിറഞ്ഞിട്ടുള്ള ഒരു വലിയ സൗധത്തിന്റെ നടുവിൽ നിൽക്കുക. ഒരു മനോഹരമായ ചെയറിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. എൻ്റെ അടുത്തേക്ക് കൈകൾ നോക്കി ഭഗവാൻ വരൂ എന്ന് വിളിക്കുന്നതായ ഒരു സ്വപ്നം, അതിമനോഹരമായൊരു സ്വപ്നം. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് തോന്നി ഭഗവാൻ എന്നെ വിളിച്ചതാണ്. എവിടെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. തൊട്ടടുത്തുള്ള സായി സമിതി തേടി പിടിച്ചു. ഞാൻ അവിടെ പോയ സമയത്ത് അവിടെ ഒരു ബാലവികാസിന്റെ ക്ലാസ് നടക്കുകയാണ്. ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് എല്ലാവരും അതിന്റെ ശരിയായ അർത്ഥത്തോടു കൂടെ മനസ്സിലാക്കണേ. അതൊരു അപേക്ഷ കൂടിയാണ്. ആരെയും കുറ്റപ്പെടുത്താനോ തെറ്റിദ്ധരിപ്പിക്കാനോ വേണ്ടി പറയുന്ന വാക്കുകളല്ല. 13 വയസ്സ് കഴിഞ്ഞ് 14ാമത്തെ വയസ്സിലേക്ക് പോകുന്ന ഞാൻ ബാലവികാസ് ക്ലാസ്സിൽ ആദ്യമായി കയറി ചെന്നു. അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ആഗ്രഹവും എൻ്റെ മനസ്സിലുണ്ടായി. ഈ ക്ലാസ് മുഴുവൻ കേട്ട് ആരതിയെല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന നിമിഷത്തിൽ അന്നത്തെ ബാലവികാസ് ഗുരു എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ഇത്ര വയസ്സായിട്ടും ഈ ക്ലാസ്സിലൊന്നും വന്നിരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലല്ലോ അല്ലേ? മടിയൊന്നും തോന്നുന്നില്ലല്ലോ അല്ലേ? ആ ഒരു ചോദ്യത്തിൽ എനിക്ക് ഭയങ്കരമായ മടിയുണ്ടായി. ഞാൻ ആലോചിച്ചു, ശരിയാണല്ലോ, ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, 10-14 വയസ്സ് വലുതായ ഒരു കുട്ടിയല്ലേ. ഞാൻ എന്തിനാണ് ഇത്തരം ക്ലാസ്സുകളിലൊക്കെ ചേർന്നിരിക്കുന്നത്? കൂടെയുള്ള ആളുകൾ കുറെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ ഒരു മടി നിറയ്ക്കാൻ ഒരു വാക്കിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഞാൻ ബാലവികാസിന്റെ ഭാഗമായിട്ടേ ഇല്ല. പക്ഷെ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് നിരവധി ബാലവികാസ് ട്രെയിനിങ് സെഷൻ എടുക്കാനും ഒരുപാട് ബാലവികാസിന്റെ കണ്ടന്റിന്റെ ട്രാൻസ്ലേഷനൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു ബാലവികാസ് കുട്ടിയെ തുടരാനുള്ള എൻ്റെ ആഗ്രഹം ആ ഒരു ചോദ്യത്തോടു കൂടെ ഇല്ലാതായി എന്നതാണ് പരമമായ ഒരു സത്യം. അപ്പൊ നമ്മൾ ഒരാളോടൊരു വാക്ക് ചോദിക്കുമ്പോൾ നമുക്കറിയില്ല ഭഗവാൻ എങ്ങനെയാണ് ആ വ്യക്തിയെ നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതെന്ന്, അല്ലെങ്കിൽ സമിതിയുടെ ഭാഗമായി ഓർഗനൈസേഷന്റെ ഭാഗമായി ആ വ്യക്തിയെ ഭഗവാൻ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളുടെ ഓരോ വാക്കുകളും ഓരോ നോട്ടങ്ങളും നമ്മളുടെ ചേർത്ത് പിടിക്കലും എല്ലാം ഭഗവാൻ അവരോട് പറയുന്ന വാക്കുകളായി തോന്നുന്ന വിധം മനോഹരമാക്കുവാനായി നാം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതാണ് നമ്മുടെ ഏറ്റവും മികച്ച കടമ. നമ്മളുടെ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്നത് നമ്മളായിട്ടല്ല, സായിയുടെ ആളായിട്ടും അവൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നാണ്. ഞാൻ കുറച്ച് ടെൻഷനൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അധ്യാപകനായാണ് കുറേ കാലം വർക്ക് ചെയ്തത്. പിന്നെ PSC കിട്ടി ഞാൻ തികച്ചും ഓഫീസ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഠിപ്പിക്കലിൽ നിന്ന്
കുറെ ഫയൽ വർക്കിലേക്ക് വന്നപ്പോൾ എനിക്ക് എന്നെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പൊ എന്നോട് ഒരു വ്യക്തി ചോദിച്ചൊരു ചോദ്യമാണ്, സായിയുടെ ആളായിട്ട് പോലും നിനക്ക് ഈ ടെൻഷനൊക്കെ ഉണ്ടാവുന്നുണ്ടോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, പുറത്തൊരാള് നമ്മളെ കാണുന്നത് ഭഗവാന്റെ സ്വന്തമായിട്ടാണ്. അങ്ങനെ ഭഗവാന്റെ സ്വന്തമായ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ദൈവികമായൊരു ശക്തി ഭഗവാൻ നമ്മൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് പബ്ലിക് പോലും നമ്മളെ കുറിച്ച് കരുതുന്നത്. അപ്പൊ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞത്, നമ്മൾ എവിടെ ചെന്നാലും അവിടെമെല്ലാം പ്രശാന്തി നിലയമായി മാറ്റാനുള്ള തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ചോദിക്കാം, നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഭഗവാൻ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുക? ചില സമയം നമ്മളെ ഭഗവാൻ തീർത്തും അവഗണിക്കും. പക്ഷേ ഇന്നലെ സന്ദീപേട്ടൻ പറഞ്ഞതുപോലെ അത് എത്ര മനോഹരമാക്കി തരണമെന്ന് ഭഗവാൻ അറിയാം. തരേണ്ട സമയത്ത് തരുന്നത് പോലെ ഭഗവാൻ അത് സംരക്ഷിക്കുകയും ചെയ്യും. നമ്മൾ ആവശ്യമില്ലാതെ എന്തിനാണ് ചോദിച്ചു വാങ്ങുന്നത്? ചെയ്യുന്നത് എന്തായാലും അത് ഭഗവാനുള്ള നൈവേദ്യമായി തീരട്ടെ. ഭഗവാൻ നൽകുന്നത് എന്തായാലും അത് ഭഗവാന്റെ പ്രസാദമായി സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ കുടുംബ ഭരദേവത മധുരമീനാക്ഷിയാണ്. വർഷങ്ങളായി അവിടെ പൂജ ചെയ്യുന്ന ഓരോ ആളുകളും തലമുറ മാറി മാറി വരും. കുറേ വർഷങ്ങൾ എനിക്ക് അവിടെ പൂജ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ തായ്വഴിയിലെ പൂജ വരുമ്പോൾ അവിടെ പൂജ ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടില് അച്ഛനും അമ്മയ്ക്കൊന്നും അങ്ങനെ സ്വാമിയുടെ രൂപത്തിലും നാമത്തിലൊന്നും ഉറച്ച വിശ്വാസമില്ല. പക്ഷെ ഞാൻ സമിതിയിൽ പോകുന്നതിലൂടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടോ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളോ അവർക്കില്ല, അഭിപ്രായ വ്യത്യാസങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ അമ്മ ഈ താലി ഭയങ്കര പവിത്രമായി കാണുന്ന ഒരാളാണ്. അതിനെന്തെങ്കിലും ചെറിയ പൊട്ടലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ച അമ്മയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. എല്ലാ ദിവസവും പൂ വയ്ക്കുക, പൊട്ട് വയ്ക്കുക, അത് എൻ്റെ അമ്മയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോഴും. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരത്ത് അച്ഛനും അമ്മയും കൂടി ഇരിക്കുന്ന സമയത്ത് അച്ഛൻ എന്തോ അങ്ങനെ കൈയെടുത്ത് ഒരു സാധനം എടുക്കാൻ വേണ്ടി കൈ നീട്ടി വലിച്ചപ്പോൾ ആ താലിയുടെ അറ്റത്തുനിന്ന് തട്ടി ഒന്ന് പൊട്ടി. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ അമ്മ അച്ഛനോട് പറഞ്ഞു, അതപ്പം തന്നെ ഒന്ന് ശരിയാക്കണം, നമുക്ക് ഏതെങ്കിലും അമ്പലത്തിലേക്ക് ഒന്ന് പോയി തൊഴുകണം. അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നവും ടെൻഷനൊക്കെ ഉണ്ടായി. അപ്പൊ അച്ഛൻ അമ്മയെ കളിയാക്കി ഇട്ടില്ലേക്ക് എന്താ കാര്യമുള്ളത്? അച്ഛനും ഭയങ്കര ആഗ്രഹമാണ് അതൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അമ്മ പെട്ടെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അങ്ങനെ വെച്ചാൽ ഈ പൊട്ടും വെക്കുന്നില്ല, ഈ താലിക്ക് നിങ്ങൾക്ക് മഹത്വം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും പൊട്ടും വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് വൈകുന്നേരത്ത് ജീവിതത്തിൽ ആദ്യമായും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അവസാനമായിട്ടും പൊട്ടു വെക്കാതെ എൻ്റെ അമ്മ ഇരുന്നു. അന്ന് രാത്രിയിൽ ഭഗവാൻ എൻ്റെ അമ്മയുടെ സ്വപ്നത്തിൽ വരികയാണ്. വന്നിട്ട് എൻ്റെ അമ്മയോട് വന്ന് പറയുകയാണ്, അമ്മ കാണുന്നത് മധുരമീനാക്ഷി അമ്മയുടെ പൂജ അറയാണ്. അമ്മ അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. സ്വാമി അവിടെ പ്രത്യക്ഷപ്പെട്ട് അമ്മയോട് പറയാണ്, പെദ്ദ പൊട്ട് പോടമ്മ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ സ്വപ്നത്തിൽ എണിച്ചു. രാവിലെ വന്ന് എന്നോട് ചോദിച്ചു, ഈ പെദ്ദ പൊട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്നില്ല അമ്മയ്ക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ എനിക്കും ഈ വാക്കിന് അർത്ഥം അറിയില്ല, നമുക്ക് ആരോടെങ്കിലും ചോദിക്കാമെന്ന്. അന്ന് ഉച്ചയ്ക്ക് സനാതന സാരഥി മലയാളത്തിൽ വരികയാണ്. അതിന്റെ ഫ്രണ്ട് കവറിൽ പെദ്ദ പൊട്ടുവിന്റെ കുറിച്ചുള്ള മനോഹരമായ ഒരു ഫീച്ചർ. അപ്പൊ അതിൽ പെദ്ദ പൊട്ടു തന്നെ ഉണ്ട്. അപ്പോൾ ഭഗവാൻ ഉദ്ദേശിച്ചത് അമ്മയോട് വലിയ പൊട്ട് ഇടണം, അത് ഇടാതെ നീ ഇരിക്കരുത് എന്നാണ്. നമുക്ക് ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ മനസ്സിലുണ്ടാകുന്ന വിങ്ങല് പോലും ഭഗവാന്റെ നാമത്തിലോ രൂപത്തിലോ ഒട്ടും വിശ്വാസം എൻ്റെ അമ്മയ്ക്കില്ല. പക്ഷെ ഉറച്ച ഈശ്വര വിശ്വാസമുണ്ട്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നു അതിനനുസരിച്ച് അപ്പൊ ഭഗവാൻ നമ്മളെ പ്രതികരിക്കുന്നു. അപ്പോൾ ഏതൊരു തടസ്സം ഉണ്ടാകുന്നതും വലിയ പ്രശ്നമല്ല. ആ തടസ്സത്തെ അതിജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ നോക്കിത്തരും എന്നാണ് പറയുന്നത്. എൻ്റെ മുത്തശ്ശിക്ക് തൊണ്ടയിൽ ചെറിയൊരു പ്രോബ്ലം വന്ന് ശബ്ദമൊക്കെ കുറച്ചായിട്ട് കുറയാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഫൈനലായിട്ട് കുറേ ഡോക്ടർമാരൊക്കെ കാണിച്ച് നമ്മൾ നോക്കിയപ്പോൾ ശ്വാസകോശത്തിന്റെ നടുവിലായിട്ട് ഒരു ചെറിയൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഗ്രോത്താണ്. കാണിച്ചപ്പോൾ അതൊരു ക്യാൻസർ ആണ്, വളരെ എണ്ണപ്പെട്ട നാളുകൾ മാത്രമേ എൻ്റെ അമ്മൂമ്മയ്ക്കുള്ളൂ എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായി എല്ലാവർക്കും. ഭയങ്കരമായിട്ട് നമ്മൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അതിന്റെ പിറ്റേ ദിവസം സമിതിയുമായി ബന്ധപ്പെട്ടൊരു ചേട്ടൻ, ഞങ്ങളുടെ തന്നെ ഒരു ബന്ധുവാണ്, അദ്ദേഹം വന്ന് പറഞ്ഞു, അദ്ദേഹം വേറൊരു ഡോക്ടർക്ക് പോകുന്നുണ്ട്, അമ്മൂമ്മയുടെ റിപ്പോർട്ടൊക്കെ തന്നൊന്നും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കാണിക്കാൻ പോവാന്ന് പറഞ്ഞു. അദ്ദേഹം നമ്മുടെ വീട്ടിലേക്ക് രാവിലെ വരുന്നതിന് മുമ്പ് എഗെയിൻ എൻ്റെ അമ്മ ഒരു സ്വപ്നം കൂടെ കാണുകയാണ്. വീട്ടിന്റെ മുന്നിലൂടെ പോകുന്നു. ഭഗവാൻ വന്ന അമ്മയോട് എന്തൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഭയങ്കരമായിട്ട് കരയാണ്. അപ്പൊ ഭഗവാൻ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറയാണ്, നിന്റെ അമ്മയുടെ തൊണ്ടയിലുള്ളത് ഞാൻ ശരിയാക്കി തരാം. വാക്ക് ശ്രദ്ധിക്കണേ, നിന്റെ അമ്മയുടെ തൊണ്ടയിലുള്ളത് ഞാൻ ശരിയാക്കി തരാം, എന്നെ വിശ്വസിച്ചോളൂ, ഒട്ടും പരിഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞ പിറ്റേ ദിവസം രാവിലെയാണ്, ആ സ്വപ്നം കണ്ട രാവിലെയാണ് ഈ ചേട്ടൻ വരുന്നത്. അദ്ദേഹം അവിടെ കൊണ്ടുപോയ സമയത്ത് റിപ്പോർട്ടൊക്കെ കൊണ്ടുപോയി നോക്കി. ഒരു റിപ്പോർട്ടും കൂടെ ഒന്നുകൂടെ സ്കാൻ ചെയ്തെടുക്കാൻ പറഞ്ഞപ്പോൾ
ആദ്യം കണ്ട ശ്വാസകോശത്തിന്റെ അവിടെയുള്ള സ്കാനിങ്ങിലെ മുഴയ്ക്ക് പകരമായി തൈറോയിഡിന്റെ ഭാഗത്ത് കുറച്ച് എൻലാർജ്മെന്റ് മാത്രം. ഡോക്ടർ പറഞ്ഞത് ആരാ നിങ്ങളുടെ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, തൈറോയിഡിന്റെ ചെറിയൊരു പ്രോബ്ലം മാത്രമാണ്, ചെറിയൊരു മരുന്ന് കൊണ്ട് ശരിയാക്കാം എന്ന് പറഞ്ഞ് 1 മാസത്തെ മരുന്ന് കൊണ്ട് തന്നെ എൻ്റെ മുത്തശ്ശിക്ക് പൂർണ്ണമായും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറി ശബ്ദം തിരിച്ചു വന്നു. 2.5 വർഷത്തോളം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു മരുന്നും കഴിക്കാതെ പൂർണ്ണ ആരോഗ്യവതിയായിട്ടും അമ്മൂമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് ഭഗവാന്റെ നാമത്തിലും രൂപത്തിലുമുള്ള വിശ്വാസമല്ല, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈശ്വരനെ പ്രതിയുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ സ്വീകരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇത്ര എണ്ണം ചെയ്തു, ഇത്ര വ്രതം ഇരുന്നു എന്നൊന്നും ഭഗവാന് കാര്യമില്ല. എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഭഗവാനോട് ചേർന്ന് ഇരിക്കുന്നത് എന്ന് മാത്രമേ ഭഗവാൻ നോക്കുന്നുള്ളൂ. നമ്മളുടെ പ്രേമം മാത്രമാണ് ഭഗവാൻ ആവശ്യമുള്ളത്. നമ്മൾ ഒന്ന് ഭഗവാനെ നോക്കി ഭഗവാനെ സ്നേഹത്തിന് വേണ്ടി കൈകൾ കൂപ്പിയാൽ ആ കൈ ഭഗവാൻ മുറുകെ പിടിക്കും. ഭഗവാൻ പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു ഭക്തനോട് പറഞ്ഞതാണ്, ഞാൻ ഒരിക്കലും എൻ്റെ കൈകൾ വിടില്ല, നീ എന്നെ ഒരിക്കലും വിട്ടുപോകുന്നില്ല എന്ന് നീ ഉറപ്പുവരുത്തിയാൽ മതി. നേരത്തെ പറഞ്ഞ ഭഗവത് വാണിയില് തള്ളക്കുരങ്ങിന് ശരീരത്തിൽ ആ കുട്ടിക്കുരങ്ങ് എങ്ങനെയാണോ ചേർന്ന് പിടിച്ചിരിക്കുന്നത്, അതുപോലെ നമ്മൾ ഓരോരുത്തർക്കും കൃത്യമായി ഭഗവാനോട് ചേർന്നിരിക്കാൻ സാധിക്കട്ടെ. പ്രശ്നങ്ങളും പരാതികളും ഒഴിഞ്ഞൊരു ജീവിതം നമുക്കില്ല. സുഖങ്ങളും ദുഃഖങ്ങളും ഭഗവാൻ നമുക്ക് തരുന്നതാണ്. ആ തരുന്ന സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഭഗവാനെ സ്മരിക്കാൻ സാധിച്ചാൽ ഇതൊക്കെ ഭഗവാന്റെ ലീലയിൽ ഒരു ഭാഗം മാത്രമാണെന്നും നമ്മൾ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനോ പ്രിയപ്പെട്ടവളോ ആണോ എന്ന് തിരിച്ചൊന്ന് സ്വയം ചിന്തിച്ചു നോക്കിയാൽ അവിടെ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. എൻ്റെ ഓഫീസിൽ കുറേ പ്രശ്നങ്ങളും മേലധികാരിയുടെ അടുത്ത് കുറച്ച് പ്രശ്നങ്ങളും പല ഗ്രൂപ്പ് വഴക്കും ഒക്കെ വരാറുണ്ട്. അപ്പൊ എന്ത് എൻ്റെ അടുത്ത് പ്രശ്നമായി വന്നാലും ഞാനൊരു ഫോട്ടോ ഭഗവാന്റെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് എൻ്റെ കമ്പ്യൂട്ടറിന് മുന്നിൽ. അപ്പൊ ഞാൻ പറയും, ഞാനിതിനൊന്നും പറയുന്നില്ല മറുപടി, ഇത് ഞാൻ ഭഗവാന് നൽകുന്ന നൈവേദ്യമാണ്, എടുത്തോളാൻ പറയും. ഞാൻ എപ്പോഴും ഭഗവാനെ മൂപ്പര് എന്നൊക്കെ അപ്പൊ ഞാൻ പറയും, ഭഗവാനെ മൂപ്പർക്ക് തരുന്ന സാധനമാണ്, എടുത്തോളൂ, ഇതിൽ എനിക്ക് ഒട്ടും ഒരു ബന്ധവുമില്ല, ഇത് മുഴുവൻ ഞാൻ ഭഗവാന് സമർപ്പിക്കുന്നതാണ്. ഉറപ്പാണ് അതിന്റെ മാനസികമായ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവില്ല. എന്തിനാണ് ആ മാനസികമായ ടെൻഷൻ? കഴിഞ്ഞു പോയ കാലം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് ഒട്ടും അറിയില്ല. പക്ഷെ ഈ നിമിഷം ഭഗവാനോട് ചേർന്നിരിക്കാനുള്ള മഹത്തരമായ അവസരം ഭഗവാൻ തന്ന സ്ഥിതിക്ക് ആ അവസരത്തെ മുറുകെ പിടിക്കുക. ഏതവസ്ഥയിലും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്, ആരുപേക്ഷിച്ചാലും ഭഗവാൻ നമ്മളെ ഉപേക്ഷിക്കില്ല എന്ന ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരി നമുക്ക് ഒന്നും ഈ ലോകത്ത് നേടാനായിട്ടില്ല. ഉറപ്പായിട്ടും ഭഗവാൻ നമ്മൾ ഓരോരുത്തരുടെയും അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്രത്തോളം നിങ്ങൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ ഭഗവാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരോടും പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് എൻ്റെ ജന്മദിനമാണ്. ഞാൻ നമ്മുടെ സന്ദീപേട്ടനോടൊന്ന് പറഞ്ഞിരുന്നു, എൻ്റെ പിറന്നാളിന് ഞാൻ സംസാരിക്കാം. കാരണം ഈ ജന്മം തന്നതും ഈ ഒരു അവസരം തന്നതും ഒക്കെ ഭഗവാനാണ്. ഒന്നും ഭഗവാൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഭഗവാൻ നമ്മളിൽ നിന്ന് പരമാവധി ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ സന്തുഷ്ടരായിരിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. അപ്പൊ ഭഗവാനോട് അത്രേ പറയുന്നുള്ളൂ, ഭഗവാനെ എപ്പോഴും ഏതവസ്ഥയിലും ഭഗവാന്റെ മുഖത്ത് കാണുന്ന ചിരി പോലെ ഞങ്ങളുടെ മുഖത്തും ആ ചിരിയും വിശ്വാസവും ഉറച്ചുണ്ടാവട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാനോട് ചേർന്നിരിക്കാൻ സാധിക്കട്ടെ. ഏതവസ്ഥയിലും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന വിശ്വാസം ഞങ്ങളിൽ ഉറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പറഞ്ഞ വാക്കുകൾ അത്രയും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും സായിരാം. സായിരാം. വിജയരാഘവ, വളരെ മനോഹരമായി നിങ്ങൾ സംസാരിച്ചു. ഭഗവാന്റെ കൃപയുണ്ടാകട്ടെ. ജന്മദിന ആശംസകളും അർപ്പിക്കുകയാണ്. എനി പ്രസന്റേഷൻ ഞങ്ങളുടെ അതെ അന്തർശാസ്ത്രത്തിൽ എല്ലാവരുടെയും അനുഗ്രഹവും saw Ananda, who happens to be the son of the sister of his mother. కృష్ణుడు అనగా బుద్ధుడు తన యొక్క స్థితిని పూర్తి నిర్వాణ స్థితికి తెప్పించుకున్నాడు. Buddha attained the state of liberation. ఆ స్థితిని గుర్తించి ఈ ఆనందుడు కంటి నీరు కార్చాడు. Watching the state of Buddha, Ananda started shedding tears. బుద్ధుడు దేహాన్ని వదులుతున్నాడు. Buddha is ready to give up the body. మాకింక గతి ఏమిటి, మాకింక మార్గం ఏమిటి అనేటువంటి విచారం చేస్తూ వచ్చాడు. He started worrying that who is the one left for us, who is the one to show the proper path. బుద్ధుడు ఆనందుని దగ్గర పిలిచి, ఆనంద, నీ విచారించవలసినటువంటి సమయం కాదు. Buddha summoned Anand to come close and said, నేను నిర్వాణమునకు అత్యంత సమీపంలో ఉన్నాను.
I am very close to liberation. నీవు కూడాను ఇట్టి నిర్వాణములకు సమీపుడు కమ్ము. You also be very close to the state of liberation. లోకములో మరణించినటువంటి వారిని చూచి బ్రతికినటువంటి వారు అనేక విధమైన దుఃఖములు అనుభవిస్తుంటారు. In this world, those who are living, they wail for the dead. కానీ ఎవరు మరణించిన వారు? In fact, who are the dead one? ఈనాడు దుఃఖించినటువంటి వాడు కూడా రేపటి మరణించవచ్చు. The one who laments today may die tomorrow. ఎప్పుడు పుట్టుక ఉన్నదో అప్పుడు చావు కూడా ఉన్నది. Where there is birth, there is death. కనుకనే పుట్టు చావులు లేనట్టి పురుషోత్తముండు. Therefore, God is beyond birth and death. చావు పుట్టులు లేనట్టి శాశ్వతుండు. He has no birth and death. He is ఆది eternal. మధ్యాంతరహితుడు అనాదివాడు. He has no beginning and end, and he is తాను eternal. చావక పుట్టక చంపబడక He doesn't kill, he doesn't die. నిత్యమును సర్వసాక్షి అయి వెలుగు. He is an eternal witness that shines. కనుకనే ఒక దైవత్వములకు తప్ప సామాన్య మానవత్వములకు పుట్టు చావులు ఎండుకుడును సహజమైనటువంటివి. Excepting to the divine, the birth and death are quite natural to mankind. ఇవి రెండు కూడాను తప్పవు. One cannot escape from these కనుక twins. ఎందుకు ఏడుస్తున్నావు? Then why do you cry? నీవు కూడాను ఇట్టి స్థితిని పొందడానికి ప్రయత్నించు. You also make an effort to reach this state. అన్నింటికి భగవంతుడే మూలాధారము. God is basis for all. സായിരാം വിജയരാഘവ ഭജന. സായിരാം സന്ദീപ് വന്നിട്ടുണ്ടോ? അമ്മേ സായിരാം സായിരാം. സന്ദീപ് പാടി സന്ദീപ് വിജയരാഘവൻ വേണ്ടി പാടും. അതെ ഹാപ്പി ബർത്ത്ഡേ വിജു. ശരി വിജു സായിരാം. സായിരാം. ബിജു എന്റെ ചങ്കാണ്. അപ്പൊ ബിജുവിന്റെ ബർത്ത്ഡേക്ക് എന്നെ ഭജന പാടാൻ പറ്റിയത് സന്തോഷം. സായിരാം. मन में मेरे गोपाला श्याम राधे नंदलाला, मन में मेरे गोपाला श्याम राधे नंदलाला, श्याम गोपाला साई गोपाला, श्याम गोपाला साई गोपाला, वृंदावन के नंदलाला, वृंदावन के नंदलाला, यशोद तनया गोपाला, यदुकुल तिलका गोपाला, यशोद तनया गोपाला, यदुकुल तिलका गोपाला, राधा लोला गोपाला, राधा लोला गोपाला, रास विलोला गोपाला, रास विलोला गोपाला, मन में मेरे गोपाला श्याम राधे नंदलाला. साईराम. പിറന്നാൾ സമ്മാനമായ ഭജന അതിമനോഹരം. സായിരാം. സായിരാം. നന്നായി. സായിരാം. സായി ഉപമാണ്. ഓക്കെ. മനസ്സ് ബുദ്ധിയുടെ സേവകനാകണം, അല്ലാതെ ഇന്ദ്രിയങ്ങളുടെ ആജ്ഞാനുവർത്തിയായ അടിമ ആകരുത്. മനസ്സ് വിവേചനത്തോടുകൂടി ശരീരത്തിൽ നിന്നും വിട്ടു നിൽക്കണം. പഴുത്ത പുളി അതിൻ്റെ തോടിൽ നിന്നും വിട്ട് ഉള്ളിൽ ഇരിക്കുന്നത് പോലെ ശരീരമാകുന്ന പുറം തോടിനോട് മനസ്സ് നിർമ്മമത്വം പുലർത്തണം. നിങ്ങൾ ഒരു പച്ചപ്പുളി കല്ലുകൊണ്ടടിച്ചാൽ അത് ചതഞ്ഞ് അരഞ്ഞ് തോടിനോട് ഒട്ടിയിരിക്കുന്നു. അതേ സമയത്ത് പഴുത്ത പുളിയാണെങ്കിൽ ഉള്ളിലെ ഫലത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഉണങ്ങിയ തോട് പൊട്ടി വീഴുന്നു. അകത്തുള്ള പുളിക്കോ കുരുവിനോ കേട് സംഭവിക്കുന്നില്ല. അതുപോലെ പാകം വന്ന ഒരു സാധകനെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ബാധിക്കുന്നില്ല. പാകം വരാത്ത ഒരാളാണ്
വിധിയുടെ വിളയാട്ടങ്ങളിൽ പതറിപ്പോകുന്നത്. ജയ് സായിരാം. സായിരാം. വിജയരാഘവൻ വളരെ നന്നായി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സാർ. സാർ സന്ദീപിന്റെ പാട്ടും സൂപ്പറായി. സായിരാം സാറേ. സായിരാം. ബ്യൂട്ടിഫുൾ ഭജൻ. സായിരാം. ബ്യൂട്ടിഫുള്ളി സങ്. സായിരാം. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം. സായിരാം. സായിരാം.